ത്രാണനം ചെയ്യിക്കുന്നത് എവിടെയാണ്? ക്ഷേത്രം. ഈ ക്ഷേത്രമെന്ന് നമ്മൾ എന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളെന്നും ഇതിനെന്താ പറയുന്നത്? എന്താ? അമ്പലം. അമ്പലം. നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ എന്താണ് പറഞ്ഞത്? എന്താണ് ഈ അമ്പലം? അമ്പലം എന്ന് പറഞ്ഞാൽ ഇതൊരു തമിഴ് ദ്രാവിഡ ഭാഷയാണ്, തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ ദ്രാവിഡ ചോളനൊക്കെ ഭരിച്ചപ്പോഴാണ്, ചെങ്കുട്ടവൻ എന്ന് പറഞ്ഞാൽ ദ്രാവിഡ ചോളൻ ഭരിച്ചപ്പോഴാണ് കുട്ടനാടെന്നൊക്കെ പേര് വന്നെന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. തമിഴ് ദ്രാവിഡത്തിൽ നിന്നുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് അൻപ്. അൻപെന്ന് പറയുന്ന തമിഴ് വാക്കാണ്. അൻപിന്റെ ഇല്ലം. അൻപെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. അൻപെന്ന് പറഞ്ഞാൽ എന്തോ? സ്നേഹം. ആ സ്നേഹത്തിന്റെ ആലയമാണ് അമ്പലം. മനസ്സിലായോ? അപ്പോൾ ഈ അമ്പലമെന്ന്, ക്ഷേത്രമെന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥാ സുഹാസനം ഗളച്ചൈവ ബാഹുച്ചൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം കുഷ്യസാൽ ജാനുജംഗയോഗാൽ ഗോപുരം ദേവപാഠാൽ ഇത് ക്ഷേത്ര. ക്ഷേത്രമെന്ന് പറയാൻ രണ്ടു വിധമുണ്ട്: ക്ഷേത്രം, മഹാക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഇവിടെ ഗർഭഗൃഹം ഏതാണ്? ഇതാണ് ഗർഭഗൃഹം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഗർഭഗൃഹ ശിരോപ്രോക്തം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ ശിരസ്, ഗർഭഗൃഹമാണ് ശിരസ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് യോഗാവസ്ഥയിലുള്ള ഒരു മനുഷ്യ ശരീരത്തിന്റെ മാതൃകയിലാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വീട് പണിയണമെങ്കിൽ മക്കളെ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ സൃഷ്ടി എവിടെയാണ് ആദ്യം ഉണ്ടാകുന്നത്? മനസ്സിൽ സൃഷ്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു പ്ലാൻ വരയ്ക്കും അല്ലെ? ഡ്രോയിങ് വരയ്ക്കും അല്ലെ? ആ ഡ്രോയിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ഷേത്രം പണിയുന്നത് അല്ലെ? നമുക്കൊരു പ്ലാൻ വേണം, ഒരു രൂപം വേണം. ഈ രൂപത്തിലായിരിക്കണം ഞാൻ ക്ഷേത്രം, എന്റെ വീട്, ബാത്റൂം ഇവിടെ വരണം, കിച്ചൺ ഇവിടെ വരണം. ആ ഒരു പ്ലാൻ നമ്മുടെ കാണുമല്ലോ. അതേപോലെ ഈ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഒരു യോഗാവസ്ഥയിലിരിക്കുന്ന ഒരു യോഗിയുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ആ ഭഗവാൻ ഏത് പ്രതിഷ്ഠയാണോ ആ ഭഗവാന്റെ ശരീരമാണ് ക്ഷേത്രം. ഇവിടെ ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്മ മഹാമായയുടെ ശരീരമാണ് ഈ ക്ഷേത്രം. മനസ്സിലാവുന്നുണ്ടോ? ആ ഗർഭഗൃഹ ശിരോപ്രോക്തം, ആ ഭഗവാന്റെ തലയാണ് ഗർഭഗൃഹം. നമ്മളിപ്പോൾ അമ്പലപ്പുഴ കൃഷ്ണ ഭഗവാന്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭഗവാന്റെ തല എവിടെയായിരിക്കുന്നത്? ശിരസ്, അകത്ത് ശ്രീകോവിൽ അല്ലെ? അന്തരാളം മുഖം തഥാ, ഇതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്മ മഹാമായയാണ് ആ ക്ഷേത്രത്തിന്റെ മുഖം. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് സുഹാസനം ഗളച്ചൈവ, ആ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ആ പൂജാരിമാരായി ഇറങ്ങി വരുന്ന പടികളുണ്ടല്ലോ, പടിക്കെട്ടുകൾ, അതാണ് സുഹാസനം ഗളച്ചൈവ ബാഹുച്ചൈവാർത്ഥ മണ്ഡപം. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നെ അതിനു മുമ്പിൽ ഒരു മണ്ഡപമുണ്ട് അമ്പലത്തില്, ക്ഷേത്രത്തില്. അതാണ് കൈകള്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു മണ്ഡപമുണ്ട്. അതാണ് ജാനുജംഗയോഗാൽ. അവിടെ നിന്നെല്ലാം നമ്മൾ ആ ക്ഷേത്രത്തിന്റെ പുറത്തോട്ട് വരുമ്പോൾ അവിടെ ഗോപുരം, മതിൽക്കെട്ടിന്റെ ഗേറ്റ് വരുന്നില്ലയോ? അതാണ് ഗോപുരം. ആ ഗോപുരം എന്താണ്? ദേവന്റെ പാദമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഒത്തിരി പ്രാവശ്യം കാണാറുണ്ട്, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ചെരുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് അകത്ത് കയറി. എപ്പോൾ നമ്മൾ ആ ഗോപുരത്തിന് കഴിഞ്ഞ് അകത്തോട് ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറിയാൽ നമ്മൾ മനസ്സിലാക്കും, ഞാൻ ആ ഭഗവാൻ ആ ശരീരത്തെ ചവിട്ടുകയാണ് അല്ലേ? അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മളെന്ന് ചെയ്യാത്തതുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിലൊക്കെ നിർമ്മാല്യം തൊഴാൻ രാവിലെ പോകുമ്പോൾ കുട്ടികളൊക്കെ തീരെ കുറവാണ് നിർമ്മാല്യം തൊഴാനൊക്കെ വരുന്നത്. എന്നാലും കുറച്ച് പേരും പ്രായമുള്ളവരും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ല. ഒന്നാമത് ഈ സ്ത്രീകളൊക്കെ അമ്പലത്തിനകത്തോട്ട് വരുമ്പോൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ചീറനായിട്ട് വരുമ്പോൾ ആ അറ്റത്ത് ഒരു കെട്ടൊക്കെ കെട്ടി ഒരു തുളസിക്കതിരൊക്കെ വെച്ച് അങ്ങനെയൊക്കെയല്ലേ പോവുകയാണ്. തുളസിക്കതിർ വെക്കണമെന്നല്ല, വെച്ചില്ലെങ്കിലും മുടിയുടെ അറ്റം ഒന്ന് കെട്ടി വെക്കണം. എന്താ വെച്ചാൽ ഈ മുടി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അത് ജീവനുണ്ട്. എപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് അത് വിട്ടുപോയാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ, ഞാൻ ശ്വാസം അകത്തോട്ട് വലിച്ചെടുക്കുമ്പോൾ
ആ എടുക്കുന്ന ശ്വാസത്തിന് പറഞ്ഞ ശിവം എന്നാ, ശിവം അകത്തോട്ട് പോയി. ഈ ശിവം പുറത്തോട്ട് വന്നില്ലെങ്കിൽ ശിവത്തിന്റെ വള്ളി പോയി. എന്തുവായി? ആ ചത്തുവല്ല. നമ്മൾ മലയാളികൾക്ക് ഇപ്പൊ ചത്തുപോയി, ചത്തല്ല, അതും തമിഴ് വായക്കാ. ചത്തെന്നല്ല പറയേണ്ടത്, എന്ത് പറയണം? സത്തുപോയി. അതായത് തമിഴ് വാക്കാ. ഈ ശരീരത്തിലെ സത്ത് പോയി. അത് നമ്മൾ പറഞ്ഞു ലോപിച്ചപ്പോൾ കുറഞ്ഞുപോയി. ആ അതേപോലെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ അനുഷ്ഠാനങ്ങള്, ആചാരങ്ങള്, അനാചാരം വേണ്ട, നമുക്ക് അന്ധവിശ്വാസവും വേണ്ട. ഭഗവാൻ ആരെയും ഒന്നും പറയുകയില്ല. ഭഗവാൻ ഇരിക്കുന്ന എന്തിനാ? നമ്മളെ സംരക്ഷിക്കാനാണ്. നമ്മുടെയൊക്കെ അയ്യോ അമ്മേനോട് ഒരു കോപവും ഇല്ല. നമ്മളെ നേർവഴിക്ക് നടത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. രാവിലെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് എന്തിനാ അറിയോ? ഇപ്പോഴുള്ള മക്കൾ എത്ര മണിക്ക് എണീക്കുന്നത്? ഏറ്റവും കൂടുതൽ മക്കളെ ഉറങ്ങുന്ന ദിവസം പറ. ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ഒരു ദിവസത്തിന്റെ പേര് പറ. ഏത് ദിവസമാ? ഈ ഞായർ എന്നോ? ആ അവിടെയും പറഞ്ഞത്. ഈ ഞായർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ മക്കളെ? അറിയോ? ഞായർ നമ്മൾ മലയാളം ഇപ്പൊ പഠിത്തം കുറവാ, അതാണ് പണ്ട്. ആ ഞായർ എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. സൂര്യൻ ഉറങ്ങാറുണ്ടോ? കൗസല്യ സുപ്രജാരാമ പൂർവ സന്ധ്യാ പ്രവർത്തകേ ഗുസ്തി. അത് പാടുന്നില്ല രാവിലെ ക്ഷേത്രത്തിൽ? എന്താ ഇടുന്നത്? അവിടെ പറയുകയാണ്, ഗുരു പറയുക, രാമനെ വിളിച്ച് പറയുക, അല്ലയോ രാമ, കൗസല്യയുടെ പുത്രനായ രാമ, ആ സൂര്യ ഭഗവാൻ പൂർവത്തിലെ കിഴക്കിലെ ഉദിച്ച് തന്റെ സമയത്ത് ഉദിച്ച് തന്റെ കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കൗസല്യയുടെ ഉത്തമനായ പുത്ര രാമ, നീയും ഉണരൂ, നിന്റെ കർമ്മം ആരംഭിക്കൂ. ഇത് രാമനോടല്ല പറഞ്ഞത്, നമ്മളോടാ പറയുന്നത്. പക്ഷെ നമ്മള് ഞായറാഴ്ചയല്ലേ ഏറ്റവും കൂടുതൽ ഉറങ്ങിയേക്ക. അമ്മമാരും പറയൂ, എന്റെ മക്കള് ക്ഷീണിച്ച് എങ്ങനെ കിടക്കില്ല, ഞായറാഴ്ച ഉറങ്ങിക്കോട്ടെ. അമ്മമാരൊക്കെ ഇന്ന് മക്കളെ ചീത്തയാക്കുവാണ്, ഒത്തിരി ചീത്തയാക്കുന്നുണ്ട്. അതൊന്നും പറയാൻ നമുക്ക് ഇവിടെ അതിനുള്ള വേദിയില്ല. അപ്പോൾ ഈ ഞായറിന്റെ അർത്ഥം എന്താ? സൂര്യൻ ഉറങ്ങുന്നുണ്ടോ? പിന്നെ നമ്മളെന്തിനാ ഉറങ്ങുന്നത്? നമുക്ക് ഉറങ്ങാൻ സമയം തന്നു, ആ സമയത്ത് ഉറങ്ങിയാൽ പോരെ. അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ശവശരീരം പോലാണ് നമ്മുടെ ശരീരം. അപ്പൊ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ഉണർന്ന് കുളിച്ച് നാമജപം ചെയ്ത് വിഷ്ണു സഹസ്രനാമവും ദേവി സഹസ്രനാമവും ഒക്കെ ചൊല്ലിയിട്ട് നിങ്ങളൊന്ന് പഠിക്കാനിരുന്ന് നോക്കി 12 × 27 എന്ന് പറയുന്നതിനെക്കാട്ടും ആൻസർ വന്ന് വീഴും. വേദിക് മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന പിള്ളേർ എങ്ങനെയാ പഠിക്കുന്നത്? ഓർമ്മ. ഈ ഓർമ്മയെ എങ്ങനെ നിർത്താം? ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയില്ല. എന്റെ കുഞ്ഞും പറയും, അയ്യോ മുഴുവൻ അച്ഛാ പഠിച്ചു, എന്താ മക്കളെ അച്ഛ മുഴുവനും പഠിച്ചായിരുന്നു, എന്താ മറക്കുന്നത്? പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നില്ല. അതിരാവിലെ ഉണർന്ന് പഠിച്ചു നോക്ക്. ശ്രീസൂക്തവും വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും ഒക്കെ അരമണിക്കൂർ ഒന്ന് പഠിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മെമ്മറി പവർ അങ്ങനെ ഡബിൾ ആയിട്ട് ഇവിടുത്തെ കോശങ്ങളൊക്കെ വികസിക്കും, ഓർമ്മശക്തി വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഞായർ എന്ന് പറയുന്നത്, ഞായറിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷില് എന്തോ പറയും, ആ ദിവസത്തിന് എന്താ പറയുന്നത്? സൺഡേ ഇല്ലേ? അപ്പോൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്? ഹിന്ദി പഠിക്കുന്നുണ്ടോ? ഹിന്ദിയിൽ ഞായർ എന്ന് പറയുന്ന രവിവാർ. രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പൊ നമ്മൾ മലയാളത്തിൽ എന്ത് പറഞ്ഞു? അത് സൂര്യൻ. ഞായറിന്റെ ദിവസം പറഞ്ഞാൽ സൂര്യന്റെ ദിവസം. ഹിന്ദിക്കാരൻ പറഞ്ഞ് രവിയുടെ ദിവസം. അപ്പോൾ ഇംഗ്ലീഷുകാരൻ എന്തോ പറഞ്ഞെന്നറിയാം? നമ്മുടെ ഇന്ന് മോട്ടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, അവൻ സൂര്യനെ എന്താ പറഞ്ഞത്? സണ്ണിന്റെ ഡേ, സണ്ണിന്റെ ദിവസം. എവിടുന്നാ വന്നത്? തിങ്കളും സൺഡേയും ഇവിടുന്നാ വന്നത്, നമ്മുടെ ഇന്ന് കൊണ്ടുപോയതാ. മനസ്സിലായോ? അതേ കൂട്ട് അടുത്ത ദിവസം പറ തിങ്കൾ. എന്തുവാ തിങ്കളിന്റെ അർത്ഥം? എന്തുവാ തിങ്കളിന്റെ അർത്ഥം? ചന്ദ്രൻ എന്നാ. അതിനെ ഹിന്ദിയിൽ നിങ്ങൾ പറയുമ്പോ സോമവാർ എന്നാ പറയുന്നത്. സോമന്റെ ദിവസം. സോമനാരാ? ചന്ദ്രൻ. അപ്പൊ ഇംഗ്ലീഷുകാരൻ എന്തുവാ പേരിട്ടത്? മൂണിന്റെ ദിവസം, മൺഡേ. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതേപോലെ തന്നെ ദൈവം എന്നുള്ളതിന്റെ തത്വം ഇംഗ്ലീഷിൽ എന്തുവാ പറയുന്നത്? എന്താ പറയുക? ഗോഡ് എവിടുന്നാ വന്നേ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്നവൻ ആരോ?
അതാണ് ദൈവം. നമ്മൾ പറയുന്ന ദൈവം ആരാ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവൻ ആരോ, അതാണ് ദൈവം. ആ ദൈവത്തെ നമ്മൾ ആരായി കാണുന്നു? ത്രിമൂർത്തി സങ്കല്പത്തിൽ കാണുന്നു. ആരാ ത്രിമൂർത്തികൾ? ആരാ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മാവ് ആരാ? ബ്രഹ്മാവ് എന്താ ചെയ്യുന്നത്? ബ്രഹ്മാവ് എന്താ? സൃഷ്ടി അല്ലേ? ആ സൃഷ്ടിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഗോഡിന്റെ ജി എന്തുവാ പറയുന്നത്? ഗോഡിന്റെ ജി പറയുന്നു. ഇവിടെ സൃഷ്ടി നിങ്ങൾ മലയാളത്തിൽ പറയുന്നുള്ള ആ സൃഷ്ടിയെ ഇംഗ്ലീഷിലുള്ള വാക്ക് എങ്ങനെ പറയും? ജനറേറ്റീവ്. അതേപോലെ ഓ സ്ഥിതി, ഒബ്സ്ട്രക്റ്റീവ്, അവിടെ നമ്മളെ പരിപാലിക്കുന്നു. ജി ഭഗവാൻ ശിവൻ സംഹരിക്കുന്നു, ഡിസ്ട്രക്ഷൻ. GOD എവിടുന്ന് വന്നു? ഇത് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോൾ അവര് പറയുന്നതാണ് ശാസ്ത്രം. നമ്മുടെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് തിരിച്ചു തന്നിട്ട് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ നടക്കുക. നമ്മുടെ സംസ്കാരം നമ്മൾ പഠിക്കാനായിട്ട് മെനക്കെടുന്നില്ല. ഇപ്പൊ ആധ്യാത്മിക പ്രഭാഷണം എന്ന് പറയാൻ എല്ലാവർക്കും കേൾക്കാൻ തന്നെ ഒരു മടിയാണ്. എന്താണ്? ഇതൊന്നും നമുക്ക് വേണ്ട കാര്യം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥാ സുഹാസനം കളച്ചൈവ ബാഹുച്ചൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം കുഷ്യത്താൽ പ്രാകാരം ജാനുജംഗയോഗാൽ ഗോപുരം ദേവപാറ്റാൽ. മനസ്സിലായി? ഇതാണ് ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഇതേപോലെ ക്ഷേത്രം അപ്പോൾ നമ്മുടെ സമയം ഇനി പറയുവാൻ എനിക്ക് ഒത്തിരി ഉണ്ട്, പക്ഷെ സമയത്തിന്റെ കുറവുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോഴെല്ലാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ചോദിച്ചു വാങ്ങി വന്നതാണ്. എന്റെ ആഗ്രഹം എന്നാൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. ഈ ഭഗവാനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. മൂകനായിട്ടുള്ള ഒരുവന്റെ ആഗ്രഹം മുഴുവൻ എന്താണെന്നറിയാവോ? ആ ഭഗവാനെ പറ്റി പറയണം, ഭഗവാനെ പറ്റി പറയണം, ഭഗവാനെ പറ്റി പറയണം. പക്ഷേ അപ്പോൾ ഭഗവാൻ പറഞ്ഞു,